തേങ്ങ ഉടച്ചാൽ എല്ലാ വിഘ്നങ്ങളും മാറും എന്നല്ലേ വിശ്വാസം. ഗണപതിക്ക് മുന്നിൽ തേങ്ങ ഉടയ്ക്കൽ ഒരു പ്രധാന വഴിപാടായി മാറിയതിന് പിന്നില് രസകരമായൊരു കഥയുണ്ട്. കൈലാസത്തിൽ സുബ്രഹ്മണ്യന് കഴിക്കാനുള്ള പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം പാർവതി കുളിക്കാൻ കുളക്കടവിലേക്ക് പോയി. ഭർത്താവ് ലോകകാര്യം നോക്കാൻ പുറത്താണ്. എപ്പോ വരുമോ ആവോ. കുളക്കടവിൽ ആരെയെങ്കിലും കാവൽ നിർത്തണം. ശിവന്റെ കാര്യം പോട്ടെ, മൂപ്പര് പെട്ടെന്നൊന്നും കയറി വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ മൂപ്പർക്ക് ആയിരക്കണക്കിന് ഭൂതഗണങ്ങളുണ്ട് ചുറ്റും. എന്തെങ്കിലും കാര്യത്തിന് ഏത് നേരവും നാല് പുറവും പാഞ്ഞു നടക്കും. ഭൂമിയിലെ ഭക്തർ നന്ദികേശന്റെ ചെവിയിൽ ആവശ്യങ്ങളെല്ലാം സ്വകാര്യമായിട്ട് പറയും. നന്ദി അത് ഭൂതഗണങ്ങളോട് പറയും. അവരത് ഉടനെ അങ്ങ് നടത്തി കൊടുക്കും. ഇങ്ങനെയാണ് രീതി. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ശിവ ഭഗവാനെ എന്നുള്ള ഒരു നയാണ് നന്ദികേശനും ഭൂതഗണങ്ങൾക്കും. അതുകൊണ്ടാണ് കുളിക്കൊരു കാവൽ വേണം എന്ന് തോന്നിയത്. ഈ ഭൂതഗണങ്ങൾ ആരെങ്കിലും 2 പാത്രം വെള്ളം കോരാൻ വന്നാലും പോരെ, സ്വസ്ഥത പോകും. മനസമാധാനത്തോടെ കുളിക്കാൻ കാവൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ പാർവതി മോനോട് പറഞ്ഞു, സുബ്ര, ബാക്കി പഞ്ചാമൃതം വന്നിട്ട് കഴിക്കാൻ മോനെ. അമ്മ കുളിക്കാൻ പോണു. നീ ആ കുളപ്പുരയുടെ വാതിലിൽ ഒന്ന് നിൽക്ക്. ഭൂതമ്മാവന്മാരാര് വന്നാലും കടത്തി വിടണ്ടാട്ടോ. ആ വേലും എടുത്തോ. അങ്ങനെ സുബ്രഹ്മണ്യൻ അമ്മയുടെ കുളിക്ക് കാവൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛൻ്റെ വരവ്. അമ്മയോ എവിടെ? അമ്മ കുളിക്കുക. ഈ നേരത്തോ? ബ്രാഹ്മമുഹൂർത്തത്തിൽ ഒരു കുളി കഴിഞ്ഞതാ. അടുക്കളപ്പണി കഴിഞ്ഞപ്പോഴേക്കും ആകെ വിയർത്ത് കുളിച്ചു എന്നാണ് പറഞ്ഞിട്ട് അമ്മ കുളത്തിലേക്ക് പോയേ. ശിവൻ മകന്റെ സമ്മതമൊന്നും ചോദിക്കാൻ നിന്നില്ല. നേരെ കുളക്കടവിലേക്ക് ചെന്നു. മിണ്ടാതെയും പറയാതെയുള്ള ഭർത്താവിൻ്റെ ഈ വരവ് പാർവതിക്ക് അത്ര പിടിച്ചില്ല. വാതിൽ തുറക്കുമ്പോൾ മണി അടിച്ചിട്ട് വേണം തുറക്കാനെന്ന് ഭക്തരോടൊക്കെ വലിയ വായിൽ പറയുന്ന നമ്മൾ തന്നെ ഇങ്ങനെ കാണിക്കാലോ. ഒന്ന് മുരടനയ്ക്കേ, അല്ലെങ്കിൽ പാറു എന്നൊന്ന് വിളിക്കേ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കിയേ, ഒന്നും ചെയ്തില്ല. ഞാനല്ല, ആ ഗംഗയാണ് കുളിക്കുന്നതെങ്കിലോ. പാർവതിക്ക് ആലോചിക്കും തോറും ദേഷ്യം കൂടി കൂടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി മകനായതുകൊണ്ടല്ലേ സുബ്രഹ്മണ്യനെ വില വയ്ക്കാതെ ശിവൻ ഇങ്ങനെ സ്വാതന്ത്ര്യമെടുത്ത് കടന്നത്. എന്നാൽ പിന്നെ ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മകൻ എനിക്ക് മാത്രമായിട്ട് വേണം. പാർവതിയുടെ ദുർമുഖം കണ്ടതും ശിവന് കാര്യം പിടികിട്ടി. തൻ്റെ ഈ കടന്നു വരവ് അത്ര പന്തിയായിട്ടില്ല. അദ്ദേഹം കാലൊന്ന് പടവിൽ ഉരച്ച് കഴുകി ഞാൻ ഇതിന് മാത്രം വന്നതാണെന്ന് അഭിനയിച്ച് പതുക്കെ കയറിപ്പോയി. പാർവതി ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചതാ. സ്വന്തമായി മകൻ വേണം. കുളിക്കാൻ വരുമ്പോൾ കരുതിയ ചന്ദനവും മഞ്ഞളൊക്കെ ഉരുട്ടി ഒരു ആൺകുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് പാർവതി കയ്യോടെ അവന് ജീവൻ കൊടുത്ത് പുറത്ത് കാവൽ നിർത്തി. സുബ്രഹ്മണ്യൻ അമ്മ നല്ല കലിപ്പിലാണെന്ന് തിരിച്ചറിഞ്ഞ് നേരെ അച്ഛനോട് പോയി പറഞ്ഞു. ദേഷ്യം പിടിച്ചു നിൽക്കുന്ന പാർവതിയോട് സംസാരിച്ച് കൈലാസ കുടുംബത്ത് സമാധാനം ഉണ്ടാക്കാൻ ഭൂതഗണങ്ങൾ വന്നു. നന്ദി വന്നു, പിന്നെ സുബ്രഹ്മണ്യം വന്നു, ശിവൻ വന്നു. പാർവതിയുടെ മകൻ എന്ന് അവകാശപ്പെടുന്ന ബാലൻ ആരെയും അടുപ്പിക്കുന്നില്ല. എത്രയെന്ന് വെച്ചാൽ ഈ വികൃതി പയ്യനെ സഹിക്കുക. എൻ്റെ ഭാര്യയെ എനിക്കെങ്ങനെ ഒരുത്തൻ്റെ ഈ സംഭവമൊന്നും ആവശ്യമില്ല കാണാൻ. ശിവപക്ഷവും ഈ കുട്ടിയും തമ്മിൽ ഗംഭീര യുദ്ധമായി. ചന്ദനം കുറച്ചുണ്ടാക്കിയതാണെങ്കിലും കുട്ടിക്ക് നല്ല ഉൾക്കരുത്തായിരുന്നു. വാശി കയറി യുദ്ധത്തിനൊടുവിൽ പാർവതിയുടെ കുട്ടിയുടെ കഴുത്തരിയപ്പെട്ടു. പിന്നെ പറയണോ, പാർവതി ഉറഞ്ഞു തുള്ളി നേരിട്ട് യുദ്ധത്തിനെത്തി. ദേവലോകം ഭയന്നു. യുദ്ധത്തിൽ പാർവതിയെ ജയിക്കാൻ ആരും വിചാരിക്കാനും പറ്റില്ല. അഥവാ മഹാവിഷ്ണുവിൻ്റെ എന്തെങ്കിലും തരികട പരിപാടിയിൽ തൽക്കാലത്തേക്ക് ജയിച്ചാലും മഹാദേവനെ തിരിച്ച് കുടുംബത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സന്ധി സമാധാനം. മകനെ ജീവിപ്പിച്ചിട്ട് മതി സന്ധി സംഭാഷണമൊക്കെ. അവൻ നിങ്ങളുടെ കൂടെ മകനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കടുങ്കൈ ചെയ്യായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പാർവതി ചേല എളിയിൽ കുത്തി മുടി അഴിച്ചിട്ട് അലറി തുള്ളി നിൽക്കുകയാണ്. ഉടനെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി. ദേവന്മാർ ഏവരും 4 പാടും പാഞ്ഞു. ആദ്യം കണ്ട ജീവിയായ ആനയുടെ തല വെട്ടിയെടുത്ത് കുട്ടിയുടെ കഴുത്ത് വെച്ചു. ബ്രഹ്മാവ് വന്നിട്ടുണ്ട്. ഇത്തരം നീക്കുപോക്കുകൾ സാധാരണഗതിയിൽ സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവ് നടത്തേണ്ടതാണ്. പക്ഷേ സന്ദർഭം വളരെ മോശമല്ലേ. നിയമം പറഞ്ഞു നിന്നാൽ ചിലപ്പോൾ ഈ ശിവപാർവതി യുദ്ധം കാരണം ലോകം തന്നെ നശിക്കും. ഇങ്ങനെയൊരു സൃഷ്ടി നടത്തില്ലെന്ന് പറഞ്ഞാൽ ഇതെന്നല്ല പിന്നെ ഒരു സൃഷ്ടിയും നടത്തേണ്ടിയും വരില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പുതിയൊരു തരം സൃഷ്ടികർമ്മത്തിലൂടെ ഗജമുഖനാക്കി കുട്ടിയെ ജീവൻ വെപ്പിച്ചു. അപ്പോഴാണ് അടുത്ത പുലിവാല്. കുളത്തിലെ വെള്ളത്തിൽ തൻ്റെ മുഖം കണ്ട ഇപ്പോൾ ജീവൻ വെച്ച ഗജമുഖൻ ശിവനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ യഥാർത്ഥ തലയെവിടെ? ശിവനൊന്ന് പരിങ്ങിയില്ലോ. അതിനേക്കാൾ കിടിലൻ തലയല്ലേ മോനെ ഇത്. ആ തലയിൽ ചെറിയ മൂക്കായിരുന്നു, ഇതിപ്പോൾ നെടുനീളം മൂക്ക് കിട്ടിയില്ലേ. പഴയ ആ പാട്ടമുഖത്തിന് കൊമ്പുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നോക്ക്,
ആനക്കൊമ്പ് പോലെ രണ്ട് സൂപ്പർ കൊമ്പുകൾ. ചെവിയാണെങ്കിൽ പറയേ വേണ്ട. ആര് കേൾക്കാൻ? ഗണുക്കൂട്ടന് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. എനിക്കെൻ്റെ പഴയ തല വേണം. ശിവൻ മയത്തിലൊന്ന് പറഞ്ഞു നോക്കി. അത് പോയി മോനെ. അറിയാതെ കൈ വീശിയപ്പോൾ, അറിയാതെ കഴുത്ത് കുറിഞ്ഞപ്പോൾ, അറിയാതെ തല നിലത്ത് വീണുപോയി. ഉടൻ വന്നു ദേഷ്യക്കാരൻ കുഞ്ഞിൻ്റെ മറുപടി. എന്നാൽ എനിക്കെന്താ ഇയാളുടെ തല? ഞാനും അറിയാതെ ആ തല താഴെ ഇടട്ടെ. ശിവൻ രണ്ട് കണ്ണും കൂടാതെ ഞെട്ടലിൽ തൃക്കണ്ണും മുണ്ടക്കണ്ണായി മുഴിച്ച് പുറത്തേക്ക് ചാടി. മൂന്ന് കണ്ണും വീഴ്ച ആ തല താ ഞാനും ഒന്ന് കൊന്നു നോക്കട്ടെ. ബാലൻ വിടുന്നില്ല. പണി പാളിയ മട്ടാണ്. കുട്ടികളാണെങ്കിൽ വാശി പിടിച്ചാൽ പിടിച്ച പോലെയാ. കാര്യം നടക്കാതെ അടങ്ങില്ല. നടത്തി കൊടുത്തില്ലെങ്കിലോ ആനവായിൽ കടന്ന് കീറാനും തുടങ്ങും. പക്ഷെ എങ്ങനെ നടത്തും ഈ ആഗ്രഹം? സ്വന്തം തലയാ കുട്ടി ചോദിക്കുന്നതേ. പെട്ടെന്നാരോ പുറകിൽ നിന്നും ശിവഭഗവാനെ തോണ്ടി. ശിവൻ തിരിഞ്ഞു നോക്കി. ഇത് കൊടുക്ക്, പറ്റിക്ക്. ഇപ്പോൾ ഉണ്ടായ കുട്ടിയല്ലേ, ലോകപരിചയമൊക്കെ കുറവായിരിക്കും. ശിവൻ നോക്കുമ്പോൾ മൂന്ന് കണ്ണൊക്കെയുള്ള ഒരു തേങ്ങയാണ്. നോക്കി നോക്കാം എന്ന് മാത്രം. ശിവൻ അത് വാങ്ങി ഗജമുഖന് കൊടുത്തു. എന്നാ മോനെ, മൂന്ന് കണ്ണുള്ള എൻ്റെ തല. കുട്ടി സർവ്വ ദേഷ്യവും തീർക്കാൻ ആ തേങ്ങ വാങ്ങിയിട്ട് ആഞ്ഞോങ്ങി കുളപ്പടവിൽ ഒറ്റയേറ് തേങ്ങ ചിതറിപ്പോയി. കുട്ടികളുടെ കാര്യമല്ലേ. തൻ്റെ തലയരിഞ്ഞ ശിവൻ്റെ തലയാണെന്ന് കരുതി എറിഞ്ഞ തേങ്ങ പൊട്ടി ചിതറി തെറിക്കുന്നത് കണ്ട് അവൻ തല തല്ലിച്ചിരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ശിവനെ തോണ്ടിയും വിളിച്ചും കാണിച്ചു കൊടുത്തു. അയ്യോ, മാമൻ്റെ തല പോയ പോക്ക് കണ്ടോ. കാര്യങ്ങൾക്കൊരു സമാധാനമായ പാർവതി ചിരിച്ചുകൊണ്ട് മോനെ തിരുത്തി. മാമനല്ല മോനെ, അത് അച്ഛനാണ്. അച്ഛൻ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ച് പേരിട്ടു ഗണപതി. അങ്ങനെ തൻ്റെ ആ നിഷ്കളങ്ക കാലത്ത് തന്നെ ആദ്യമായി പൊട്ടിച്ചിരിപ്പിച്ച ആ തേങ്ങ ഉടയ്ക്കൽ ഇപ്പോഴും ഗണപതി നിർത്താതെ തുടർന്നു പോകുന്നതാണത്രേ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കൽ. പ്രിയമുള്ളവരെ, എൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.